Hi dear friends, welcome to RJ's Physics classes. Potential and capacitors എന്ന രാജ്യത്തിലൂടെ നമ്മൾ കുറെ സഞ്ചരിച്ചു. സോ കപ്പാസിറ്റൻസിന്റെ പുതിയ കാര്യങ്ങളുമായി ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ തുടങ്ങാം. ഓക്കെ, അതിനു മുന്നേ നമ്മളെ കണ്ടീഷൻസ് ക്ലിയർ അല്ലേ? നിങ്ങൾ ബുക്കും പെന്നും എടുത്ത് റെഡി ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ എല്ലാ പോയിന്റ്സുകളും കൃത്യമായി നോട്ട് ചെയ്യുക, ഡെറിവേഷൻസ് എഴുതിയെടുക്കുക. നിങ്ങൾക്കുള്ള പ്രോബ്ലംസ് വീഡിയോ പോസ് ചെയ്തിട്ട് ആദ്യമേ ചെയ്ത് തുടങ്ങാം. ഓക്കെ, സോ ഈ പറഞ്ഞ കണ്ടീഷനോട് കൂടി നമുക്ക് വീഡിയോയിലൂടെ യാത്ര തുടരാം. നിങ്ങളോടൊപ്പം ഞാനും. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ സിമ്പൽ ഇങ്ങനെയാണ്. ഇതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ സിമ്പൽ. രണ്ട് ലൈൻസ് ഒരേ വലുപ്പത്തിൽ വരും. ഓക്കെ, അതിന് രണ്ട് ഭാഗത്തേക്കും രണ്ട് ലെഗുകൾ അല്ലെങ്കിൽ ടെർമിനൽസ് കൊടുക്കുക. ഇതാണ് കപ്പാസിറ്റൻസിന്റെ നോർമൽ ഫിഗർ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് കപ്പാസിറ്ററിന്റെ കോമ്പിനേഷൻസ് ആണ്. ഓക്കെ, കോമ്പിനേഷൻസ് നമുക്കറിയാം. ഒരു കോമ്പിനേഷൻ സീരീസ് കണക്ഷൻ ആണ്. സീരീസ് കണക്ഷൻ എന്താ? ഈ സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എൻ ടു എൻ കണക്ഷൻ. ഒരു ഡിവൈസിന്റെ ടെർമിനലിന്റെ അവസാനത്തിൽ അടുത്ത ഡിവൈസിന്റെ ടെർമിനൽ സ്റ്റാർട്ട് ചെയ്യാം. അതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? സീരീസ് കണക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, സോ 3 കപ്പാസിറ്ററുകളെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. 3 കപ്പാസിറ്ററുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, ഇതിനെ ക്രോസ് വി എന്ന് പറഞ്ഞ ഒരു വോൾട്ടേജ് കൊടുക്കുകയാണ്. ഒന്നാമത്തെ കപ്പാസിറ്റൻസ് C1, രണ്ടാമത്തെ കപ്പാസിറ്റൻസ് C2, മൂന്നാമത്തെ കപ്പാസിറ്റൻസ് C3. ഇങ്ങനെ 3 കപ്പാസിറ്ററുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ഒരു ഡിവൈസിൻ്റെ എൻഡിൽ അടുത്ത ഡിവൈസ് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ എൻഡിൽ അടുത്ത ഡിവൈസ് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ കണക്ട് ചെയ്യാണ്. ലോകത്തിൽ ഏത് ഇലക്ട്രിക്കൽ ഡിവൈസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താലും വോൾട്ടേജ് റിമൈൻസ് കോൺസ്റ്റന്റ്. ലോകത്തിലെ ഏത് ഡിവൈസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താലും വോൾട്ടേജ് റിമൈൻസ് കോൺസ്റ്റന്റ്. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആവും. ഓക്കെ, ലോകത്തിലെ ഏത് ഡിവൈസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താലും വോൾട്ടേജ് റിമൈൻസ് കോൺസ്റ്റന്റ്. സീരീസ് ആവുമ്പോൾ വോൾട്ടേജ് അല്ലാത്തത് കോൺസ്റ്റന്റ് ആവും. സീരീസ് ആവുമ്പോൾ വോൾട്ടേജ് അല്ലാത്തത് കോൺസ്റ്റന്റ് ആവും. ഓക്കെ, എന്ന് പറഞ്ഞാൽ C = Q/V. പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് കോൺസ്റ്റന്റ്. സോ സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് അല്ലാത്ത ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ്, ചാർജ് റിമൈൻസ് കോൺസ്റ്റന്റ്. ഉറപ്പല്ലേ? ഇതിലൂടെ പാസ് ചെയ്യണ ചാർജിന് വേറെ വഴിയില്ലല്ലോ പോവാൻ. ഓക്കെ, സോ ചാർജ് റിമൈൻസ് കോൺസ്റ്റന്റ്. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. C1 എന്നുള്ള കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V1, C2 അക്രോസ് V2, C3 അക്രോസ് V3. ചാർജ് ആണ് കോൺസ്റ്റന്റ്, സ്വാഭാവികമായിട്ടും വോൾട്ടേജ് വേരിയബിൾ ആവും. ഓക്കെ, V എന്നുള്ള വോൾട്ടേജ് ഇങ്ങനെ 3 വോൾട്ടേജുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ V = V1 + V2 + V3. ദിസ് is our first equation. V = V1 + V2 + V3. ഈ ഡെറിവേഷൻ പക്കാ സിമ്പിൾ ആണ്. മാത്രമല്ല കപ്പാസിറ്റൻസിന്റെ സീരീസ് ആൻഡ് പാരലൽ പഠിച്ചാൽ റെസിസ്റ്റൻസിന്റെ സീരീസ് ആൻഡ് പാരലൽ ഫ്രീ ആണ്. ഓക്കെ, രണ്ടും ഒരേപോലെയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്ന് മര്യാദക്ക് പഠിച്ചാൽ മതി. ഇനി ഇതിൽ നിന്ന് നമുക്ക് V കിട്ടില്ലേ? V = Q/C. This is our first equation. Second equation. അപ്പോൾ V1 എന്താ വരിക? Q/C1. This is our third equation. V2 എന്താ വരിക? Q/C2. നമ്മളെ fourth equation. V3 എന്താ വരിക? Q/C3. നമ്മളെ fifth equation. സോ ആ വാല്യൂസ് ഒക്കെ അവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. Q/C = Q/C1 + Q/C2 + Q/C3. എല്ലാറ്റിനും Q എന്നുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ 1/C = 1/C1 + 1/C2 + 1/C3. ഇതാണ് കപ്പാസിറ്റൻസിന്റെ സീരീസ് കണക്ഷന്റെ ഇക്വേഷൻ. ഐഡിയ ക്ലിയർ അല്ലേ? ഓക്കെ, സോ കപ്പാസിറ്റൻസിന്റെ സീരീസ് കണക്ഷൻ നമ്മൾ പറഞ്ഞു.
ഇനി വരുന്നത് കപ്പാസിറ്റൻസ് ഇൻ പാരലൽ. ഓക്കെ, കപ്പാസിറ്റൻസിൻ്റെ പാരലൽ കണക്ഷൻ, പാരലൽ കണക്ഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. ഇത് പറയാൻ എളുപ്പമാണ്. 3 കപ്പാസിറ്ററുകളെ പാരലായിട്ട് കണക്ട് ചെയ്യാണ്. ലോകത്തിലെ ഏത് നെറ്റ്വർക്ക് പാരലായിട്ട് കൊടുത്താലും അതിൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. ലോകത്തിലെ ഏത് നെറ്റ്വർക്ക് പാരലായിട്ട് കൊടുക്കുകയാണെങ്കിലും അതിൽ വോൾട്ടേജ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ ഈ സർക്യൂട്ടിലൊക്കെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷെ ടോട്ടൽ ചാർജ് വിൽ സ്പ്ലിറ്റ് ഇൻ ടു 3, Q1, Q2, Q3. ഓക്കെ, സോ നമ്മൾ ആദ്യം എഴുതി വെക്കേണ്ടത് കപ്പാസിറ്റൻസിൻ്റെ ജനറൽ ഇക്വേഷനാണ്, C = Q/V. ഇനി ഇവിടെ വോൾട്ടേജ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ചാർജ് വിൽ സ്പ്ലിറ്റ് ഇൻ ടു Q1, Q2 ആൻഡ് Q3. സോ Q = Q1 + Q2 + Q3. ഇതാണ് ടോട്ടൽ ചാർജിൻ്റെ ഇക്വേഷൻ. ഇനി ഇതിൽ നിന്ന് Q എന്താ കിട്ടുക നോക്കാം. ദിസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. Q എന്ന് പറഞ്ഞാൽ ഈ V ഇങ്ങോട്ട് പോവും, CV. Q1 എന്ന് പറഞ്ഞാലോ ഇവിടെ 1 ആവുമ്പോൾ ഇപ്പുറത്തും 1 വരും. ഓക്കെ, Q2 എന്ന് പറഞ്ഞാലോ C2V. Q3 എന്ന് പറയുമ്പോൾ C3V. ഇതൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ CV = C1 + C2 + C3 ഇൻറ്റു V. എല്ലാറ്റിലെയും V ഞാൻ പുറത്തേക്ക് എടുത്തു. V will get cancel. You will get the answer C1 + C2 + C3. Okay, this is the expression for effective capacitance when 2 capacitors are connected in parallel. Okay, ഇനി സീരീസ് കണക്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. 2 കപ്പാസിറ്റൻസ് ആണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതെങ്കിൽ ഓക്കെ, എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരും, C1 C2 / C1 + C2. ഇതാണ് 2 കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. 2-ലധികം കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ, 1/CS = 1/C1 + 1/C2 + 1/C3. 2 ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ആയിരിക്കും ഏറ്റവും സിമ്പിൾ. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പറഞ്ഞല്ലേ? ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കണോ? 2 പാരലാണെങ്കിൽ C = C1 + C2 മാത്രം. ഓക്കെ, ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഇഫ് C1 and C2 ആർ കണക്റ്റഡ് ഇൻ സീരീസ്, ഓക്കെ, ഇഫ് C1 and C2 ആർ കണക്റ്റഡ് ഇൻ സീരീസ്, ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വിൽ ബി ഡാഷ്. If C1 and C2 are connected in series, the effective capacitance will be dash. That's the question. Okay, and answer simple ആണ്, less than minimum of individual എന്നാണ്. Less than minimum of individual. അതിൻ്റെ ലോജിക് വളരെ സിമ്പിൾ ആണ്. C1 C2 എന്ന് പറഞ്ഞ 2 കപ്പാസിറ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരിക ഏറ്റവും ചെറുതിനേക്കാൾ ചെറുതായിരിക്കും. എന്ന് പറഞ്ഞാൽ 1000 മില്ലി ഫാരഡ് ഉള്ള ഒരു കപ്പാസിറ്റൻസും 1 മില്ലി ഫാരഡ് ഉള്ള രണ്ടാമത്തെ കപ്പാസിറ്റൻസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇങ്ങനെയല്ലേ കിട്ടുക, 1000 × 1 ഡിവൈഡഡ് ബൈ 1001. 1000 + 1 വരും, 1000 / 1001 എന്ന് പറഞ്ഞാൽ <1 മീൻസ് ഇതിൽ ഏറ്റവും ചെറിയ കപ്പാസിറ്റൻസ് ഏതാണോ അതിനേക്കാൾ ചെറുതായിരിക്കും എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ലോജിക് ക്ലിയർ? ഇതേ ക്വസ്റ്റ്യൻ C1 and C2 are connected in parallel. Their effective capacitance will be dash. എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞ മറുപടി it is greater than maximum of individual. Okay, it is greater than maximum of individual. എന്ന് പറഞ്ഞാൽ 1000 1 പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്ര വരിക, 1000 + 1 1001. അതിൽ ഏറ്റവും വലുതിനേക്കാൾ വലുതല്ലേ? ഓക്കെ, സോ ഗ്രേറ്റർ ദാൻ മാക്സിമം ഓഫ് ഇൻഡിവിജ്വൽ. പാരൽ ആണെങ്കിൽ, സീരീസ് ആണെങ്കിൽ ലെസ് ദാൻ മിനിമം ഓഫ് ഇൻഡിവിജ്വൽ. പറഞ്ഞ് ലോജിക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. പറഞ്ഞ് ഈസി ആയിട്ട് നമുക്ക് ഐഡിയ കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 2
two identical capacitors each of C1 are connected in series. The effective capacitance will be dash. Two identical capacitors each of C1 are connected in series. The effective capacitance will be dash. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ സിമ്പിൾ ആണ്. രണ്ട് കപ്പാസിറ്റൻസും C1 ആണ്. സോ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ C1 ഇൻറ്റു C1 ഡിവൈഡ് ബൈ C1 പ്ലസ് C1 മീൻസ് C1 ഇൻറ്റു C1 ഡിവൈഡഡ് ബൈ 2C1. C1 കട്ട് ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും C1/2. രണ്ട് കപ്പാസിറ്റേഴ്സ് ഒരേ വാല്യൂ ഉള്ളത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വിൽ ബി ഹാഫ് ഓഫ് ദി ഇൻഡിവിജ്വൽ. ഓക്കെ, രണ്ട് 8 മില്ലി ഫാരഡ് കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് വാല്യൂ 8/2 4 മില്ലി ഫാരഡ്. രണ്ട് 12 മില്ലി ഫാരഡ് കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ 12/2 6 മില്ലി ഫാരഡ്. ഏത് സംഖ്യ വന്നാലും രണ്ട് ഈക്വൽ വാല്യൂസ് ആണെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കും എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. അങ്ങനെയാണെങ്കിൽ 3 കപ്പാസിറ്റേഴ്സ് ഈച്ച് ഓഫ് C1 ആർ കണക്റ്റഡ് ഇൻ സീരീസ്. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വിൽ ബി രണ്ട് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ ഈക്വൽ വാല്യൂ ഉള്ളതാണ് C1/2. അപ്പം 3 ഉണ്ടെങ്കിലോ C1/3. ജനറലി n capacitors each of C1 are connected in series. The effective capacitance will be C1 divided by n. ലോജിക് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. n capacitors each of C1 are first connected in series and then connected in parallel. Find the ratio of their capacitances. N capacitors each of C1 are connected first in series and then in parallel. Find the ratio of their capacitances. ലോജിക് ക്ലിയർ? n കപ്പാസിറ്റേഴ്സ് ഉണ്ട്, ഓരോന്നും C1 ആണ്. ആദ്യം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, പിന്നെ പാരലായിട്ട് കണക്ട് ചെയ്തു. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ കപ്പാസിറ്റൻസസ്. n കപ്പാസിറ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇതാണ് ഇക്വേഷൻ, C1/n. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഷുഡ് ബി NC1. സോ ഇവരുടെ റേഷ്യോ എടുക്കുമ്പോൾ എന്ത് വരും? C1/n ഡിവൈഡ് ബൈ NC1/1. C1 കട്ട് ചെയ്ത് പോവും. യു വിൽ ഗെറ്റ് ദി ആൻസർ 1:n². വളരെ സിമ്പിൾ ആണ്. C1/n ഡിവൈഡഡ് ബൈ NC1/1. ഇങ്ങനെ വന്നതിൻ്റെ റെസിപ്രോക്കൽ എടുക്കല്ലേ ചെയ്യുക. സോ 1/NC1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. C1 ക്യാൻസൽ ആയി പോവും. ബാക്കി വരിക 1/n². ഓർ ദ റേഷ്യോ വിൽ ബി 1:n². ഓക്കെ, സോ ബോർഡുള്ള കാര്യങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് എഴുതിയെടുക്കൂ. ഓക്കെ, അപ്പോൾ അടുത്ത കേസ് നമ്മളിപ്പോൾ പറഞ്ഞത് n കപ്പാസിറ്റേഴ്സ് ഈച്ച് ഓഫ് കപ്പാസിറ്റൻസ് C1 ആർ കണക്റ്റഡ് ഫസ്റ്റ് ഇൻ സീരീസ് ആൻഡ് ദെൻ ഇൻ പാരലൽ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദർ എഫക്റ്റീവ് കപ്പാസിറ്റൻസസ്. നമുക്ക് ആൻസർ കിട്ടി 1:n². ഓക്കെ, ഇനി വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്. Find the effective capacitance when the following capacitors are connected in series. രണ്ട് കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ വാട്ട് ഷുഡ് ബി ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്? ഓക്കെ, സോ അതിൽ ഒന്നാമത്തെ സെറ്റ് ഇങ്ങനെയാണ്, 6 മില്ലി ഫാരഡ് ആൻഡ് 3 മില്ലി ഫാരഡ്. രണ്ടാമത്തെ സെറ്റ് 12 മൈക്രോ ഫാരഡ് ആൻഡ് 4 മൈക്രോ ഫാരഡ്. മൂന്നാമത്തെ സെറ്റ് 12 മില്ലി ഫാരഡ് ആൻഡ് 6 മില്ലി ഫാരഡ്. നാലാമത്തെ സെറ്റ് 10 മൈക്രോ ഫാരഡ് ആൻഡ് 15 മൈക്രോ ഫാരഡ്. ഓക്കെ, അഞ്ചാമത്തെ സെറ്റ് വരുന്നത് 6 മില്ലി ഫാരഡ് ആൻഡ് 4 മില്ലി ഫാരഡ്. ആറാമത്തെ സെറ്റ് 1 മില്ലി ഫാരഡ് ആൻഡ് 2 മില്ലി ഫാരഡ്. 1 മില്ലി ഫാരഡും 2 മില്ലി ഫാരഡും. ഈ കപ്പാസിറ്റേഴ്സ് ഒക്കെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ വാട്ട് ഷുഡ് ബി എഫക്റ്റീവ് കപ്പാസിറ്റൻസ്? വളരെ സിമ്പിൾ, എല്ലാറ്റിനും ഒരു ഇക്വേഷൻ ഉള്ളൂ, കാരണം സീരീസ് കണക്ഷൻ ആണ്. സീരീസ് കണക്ഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2.
ഓക്കെ, സോ ഇതിൻ്റെ എഫക്റ്റീവ് വാല്യൂ വരിക 6 into 3 ഡിവൈഡഡ് ബൈ 6 plus 3, 18 by 9. ആൻസർ ഈസ് 2 millifarad. അതെന്താ സർ? ക്വസ്റ്റ്യൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് മില്ലി ഫാരഡ് എഴുതാതിരുന്നത്? രണ്ടും മില്ലി ഫാരഡിലാണെങ്കിൽ നമ്മൾ സംഖ്യ മാത്രം എഴുതിയാൽ മതി, അവസാനം യൂണിറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി 12 മൈക്രോ ഫാരഡും 4 മൈക്രോ ഫാരഡും 12 into 4 divided by 12 plus 4, so 48 divided by 16, answer is 3 microfarad. Okay, 12 millifarad and 6 millifarad, അതിൻ്റെ വാല്യൂ എത്ര ആവും നോക്കാം. 12 into 6 divided by 12 plus 6, 12 plus 6 means 18. 6ഉം 18ഉം കട്ട് ചെയ്യുമ്പോൾ 3 വരും, 3 12ഉം കട്ട് ചെയ്യുമ്പോൾ 4 millifarad. 10 microfarad and 15 microfarad. 10 into 15 divided by 10 plus 15 എന്ന് പറഞ്ഞാൽ 25. ഓക്കെ, സോ ഇതിൽ എന്ത് വരും? ഇവിടെ 2 വരും, ഇവിടെ 5 വരും. 5ഉം 15ഉം കട്ട് ചെയ്യുമ്പോൾ 3, 2 into 3 6 microfarad. ഓക്കെ, ഇവിടെ അടുത്ത വാല്യൂ കിട്ടി. ഇനി 6 millifarad and 4 millifarad. 6 into 4 divided by 6 plus 4, answer is 24 divided by 10, 2.4 millifarad. 1 millifarad and 2 millifarad. 1 into 2 divided by 1 plus 2, 2 by 3, answer is 0.66 millifarad. ഓക്കെ, എക്സാമിന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ച നമ്പറുകളാണിത്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ച നമ്പറാണ് ഈ പറഞ്ഞത്. ഇത് നിങ്ങൾ പറയേണ്ട സ്റ്റൈൽ ഇങ്ങനെയാണ്. ഓക്കെ, ഇത് പറയേണ്ട ലോജിക്ക് ഇങ്ങനെയാണ്. 6 3 2, 12 4 3, 12 6 4, 10 15 6, 10 15 6, 6 4 2.4. ഓക്കെ, ഇത് സ്പീഡിൽ പറയാൻ പറ്റണം. 6 3 2, 12 4 3, 12 6 4, 15 10 6, 6 4 2.4. ഓക്കെ, ഹൈ സ്പീഡിൽ നമുക്കത് പറയാൻ പറ്റണം. അവസാനത്തെ നമുക്ക് ഒഴിവാക്കാം, കാരണം സ്പീഡിൽ പറയാൻ കഴിയില്ല. ബാക്കിയൊക്കെ സ്പീഡിൽ പറയാം. 6 3 2, 12 4 3, 12 6 4, 15 10 6. ഓക്കെ, ഈ പറഞ്ഞ സ്റ്റൈലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇതിൻ്റെ ആൻസറുകൾ ചെയ്യാൻ പറ്റണം. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ ഈ ഒരു സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. 6 3 2, 12 4 3, 12 6 4, 15 10 6. ഓക്കെ, അപ്പോൾ ഈ നമ്പർ കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആൻസർ കൃത്യമായിട്ട് നമ്മളെ ബ്രെയിനിലേക്ക് കയറും. പിന്നെ അത് ചെയ്തു പോവൽ വളരെ സിമ്പിളാണ്. ഓക്കെ, സോ ലോജിക് ക്ലിയർ ആണല്ലോ? 6 3 2, 12 4 3, 12 6 4, 15 10 6. ഓക്കെ, 1 2 0.66. അതേമാതിരി തന്നെ 6 4 2.4. ഓക്കെ, ഈ സംഖ്യകൾ നമ്മളെ ഓർമ്മയിലുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് പോവൽ വളരെ സിമ്പിൾ ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. ലോജിക് ക്ലിയർ ആണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞ്? ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കണം. ഇനി അടുത്തത്. ഓക്കെ, ഈ പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞാൽ ഓക്കെ ആണെന്നാണ് ഞാൻ വിചാരിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഫൈൻഡ് ദ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എക്കും ബിക്കും ഇടയിലുള്ള കപ്പാസിറ്റൻസ് കാണാൻ. ഓക്കെ, സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കപ്പാസിറ്റൻസ്, രണ്ടാമത്തെ കപ്പാസിറ്റൻസ്, സോറി ഇതല്ല, ഞാൻ ക്വസ്റ്റ്യൻ അറിയാണ്ട് മാറി വരച്ചതാണ്. ഓക്കെ, വെരി സോറി. 3 കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തെന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് 15 millifarad, 6 millifarad, 10 millifarad. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നോർമലി നമ്മൾ ചെയ്ത് പോണ സ്റ്റൈൽ എന്താണ്? നമുക്കറിയാം 15ഉം 6ഉം എങ്ങനെ കണ്ടുപിടിക്കണം നമുക്കറിയാം. C1 C2 by C1 plus C2. ഓക്കെ, പിന്നെ ആ വാല്യൂം 10ഉം. അങ്ങനെ ചെയ്യാനേ പാടില്ല. പകരം ഈ നമ്പറുകൾ കാണുമ്പോൾ തന്നെ നമ്മളെ ബ്രെയിനിലേക്ക് കയറി വരണം. 15ഉം 10ഉം സീരീസ് ആണെങ്കിൽ എഫക്റ്റീവ് വാല്യൂ 6, സോ 6 millifarad. പിന്നെ ഇവിടെ ബാക്കിയുള്ള 6ഉം. 2 6 millifaradകൾ സീരീസ് ആണെങ്കിൽ വാട്ട് ഈസ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ്? ദാറ്റ് മസ്റ്റ് ബി 3 millifarad. ആ പറഞ്ഞ സ്റ്റൈൽ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? 15ഉം 10ഉം 6, 6ഉം 6ഉം 3. ഓക്കെ, ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നും ഇല്ലാതെ ഞാൻ പ്രതീക്ഷിക്കണം. ഓക്കെ,
ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെ സെയിം സ്റ്റൈൽ 12 മൈക്രോ ഫാരഡ്, 3 മൈക്രോ ഫാരഡ്, 4 മൈക്രോ ഫാരഡ്. ഇതിൻ്റെയൊക്കെ സ്പെഷ്യാലിറ്റി എന്താ ചോദിച്ചാൽ എന്തോ ഒരു തരികിട മെത്തേഡ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അതെന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. 12 4 3 3 3 നേരെ പകുതി 1.5 1.5 മൈക്രോ ഫാരഡ്. അയ്യോ സാർ എന്തൊക്കെയോ പുക പോയി, എനിക്കൊന്നും മനസ്സിലായില്ല. ചിലപ്പോൾ അങ്ങനെയാണ് ഒരാൾ ചിന്തിക്കാം. വളരെ ഈസി. 12 4 എഫക്റ്റീവ് വാല്യൂ എത്രയാ? 3. അപ്പോൾ ഇത് രണ്ടും ആദ്യം കൺസിഡർ ചെയ്യാം. 12 4 എഫക്റ്റീവ് വാല്യൂ ഒരു കപ്പാസിറ്റൻസ് ആയിട്ട് വരയ്ക്കാം. ഇറ്റ് ഈസ് 3. ഇനി 3 സീരീസ് ആയിട്ട് വന്ന എഫക്റ്റീവ് വാല്യൂ C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. സോ 3 × 3 ഡിവൈഡ് ബൈ 3 + 3. അങ്ങനെ ഒന്നും ചെയ്യണ്ട. രണ്ടും 3 മൈക്രോ ഫാരഡ് അല്ലെങ്കിൽ രണ്ടും 3 മില്ലി ഫാരഡ് ആണെങ്കിൽ എഫക്റ്റീവ് വാല്യൂ അതിൻ്റെ നേരെ പകുതി. 3 എഫക്റ്റീവ് വാല്യൂ മസ്റ്റ് ബി 1.5 മൈക്രോ ഫാരഡ്. ലോജിക് ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണോ? സോ അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ലോജിക് അവിടുന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കണത്. ഓക്കെ, ഈ നമ്പറുകൾ വന്നാൽ ഒരിക്കലും മറക്കരുത്. അത് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, ഇങ്ങനത്തെ ഏത് നമ്പറും 6 3 2, 12 4 3, 12 6 4, 10 15 6. ഓക്കെ, 6 4 2.4, 1 2 0.66. ഈ നമ്പറുകൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. സോ കപ്പാസിറ്റൻസിൻ്റെ എനർജി ഡെൻസിറ്റി എന്നുള്ളതിൻ്റെ ഡെറിവേഷൻസ്, പിന്നെ കപ്പാസിറ്റൻസ് ഇൻ സീരീസ്, കപ്പാസിറ്റൻസ് ഇൻ പാരലൽ, ഇത്രയും ഡെറിവേഷൻസ് പഠിക്കണം. ഇത് എക്സാമിന് എന്തായാലും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്നാണ്. സോ ആ ഒരു കെയർ നമ്മൾ അതിന് കൊടുത്തിട്ട് വേണം ഈ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ. അതെഴുതി കൃത്യമായി പഠിച്ച് ലെവലാക്കുക. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.